താമസം അനിവാര്യമല്ലെങ്കിൽ തൽക്കാലത്തേക്ക് യുക്രൈൻ വിടാൻ അവിടെയുള്ള ഇന്ത്യക്കാരോട് ഇന്ത്യൻ എംബസി നിർദ്ദേശിച്ചതിനു പിന്നാലെ പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ലെന്നും രാജ്യം വിടരുതെന്നും വ്യക്തമാക്കി യുക്രൈൻ സർക്കാർ രംഗത്ത്. സർക്കാർ നിലപാട് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾ സ്വന്തം നാടുകളിലേക്ക് മടങ്ങുന്നതിനെ സർവകലാശാലകൾ അനുകൂലിക്കുന്നില്ല. എംബസിയുടെ നിർദ്ദേശപ്രകാരം രാജ്യം വിട്ടാൽ പഠനം അനിശ്ചിതത്വത്തിലാകുന്ന സ്ഥിതിയാണെന്ന് വിദ്യാർത്ഥികളും പറയുന്നു. 18,000 ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് യുക്രൈനിൽ ഉള്ളത്. കാരണമില്ലാതെ അവധിയെടുത്താൽ വിദ്യാർത്ഥികൾ പിഴ അടക്കേണ്ടി വരും. സർവകലാശാലകളുമായി ചർച്ച ചെയ്ത് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ എംബസി തയ്യാറാകണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. എയർ ഇന്ത്യ ഏർപ്പാടാക്കിയ 3 പ്രത്യേക വിമാനങ്ങളിൽ ഒരു ടിക്കറ്റിന് 60,000 യുക്രൈനിലെ ഇന്ത്യൻ എംബസി ജീവനക്കാരുടെ കുടുംബാംഗങ്ങളെയും നാട്ടിലേക്ക് അയക്കും. യുക്രൈനിലെ സ്ഥിതിയുമായി ബന്ധപ്പെട്ട് പിരിമുറുക്കങ്ങളും അനിശ്ചിതത്വങ്ങളും തുടരുന്നതിനാൽ അവിടെ തുടരുന്നത് അനിവാര്യമല്ലെങ്കിൽ എല്ലാ ഇന്ത്യൻ പൗരന്മാരോടും വിദ്യാർത്ഥികളോടും താൽക്കാലികമായി യുക്രൈൻ വിടാൻ നിർദ്ദേശിക്കുന്നു എന്നാണ് യുക്രൈനിലെ ഇന്ത്യൻ എംബസി ട്വീറ്റ് ചെയ്തത്. വിവരങ്ങളും സഹായവും ആവശ്യമുള്ള യുക്രൈനിലെ ഇന്ത്യക്കാർക്ക് വിദേശകാര്യ മന്ത്രാലയവുമായോ അല്ലെങ്കിൽ കൺട്രോൾ റൂം വഴിയോ ബന്ധപ്പെടാം. യുക്രൈനിലെ ഇന്ത്യൻ എംബസിയിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. എയർ ഇന്ത്യയുടെ പ്രത്യേക വിമാനങ്ങൾ ഫെബ്രുവരി 22, 24, 26 തീയതികളിൽ യുക്രൈനിലേക്ക് സർവീസ് നടത്തും. അതിനിടെ മേഖലയിൽ യുദ്ധസമാന അന്തരീക്ഷം നിലനിൽക്കെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഫ്രാൻസിലെത്തി. യുക്രൈൻ റഷ്യ സംഘർഷത്തെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ സാഹചര്യം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചർച്ച ചെയ്തു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി ചർച്ചകൾ നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ജയശങ്കറിന്റെ സന്ദർശനം. ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ലെ ഡ്രിയനുമായി നടത്തിയ ചർച്ചകൾ ഏറെ ഫലപ്രദമായിരുന്നതായി ജയശങ്കർ വെളിപ്പെടുത്തി. ഫ്രാൻസുമായുള്ള സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും ഇന്തോ പസഫിക് മേഖലയിൽ ഇരു രാജ്യങ്ങളും കൂടുതൽ സഹകരിക്കാൻ തീരുമാനിച്ചതായും ജയശങ്കർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.